ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നീറ്റ് 2025 എക്സാമിനേഷന് കേവലം മണിക്കൂറുകൾ മാത്രം. NCERT ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായി പഠിച്ച് ആ പരീക്ഷാ ദിനത്തിനായുള്ള കാത്തിരിപ്പിലാവും നിങ്ങളല്ലേ. 180 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരങ്ങൾ നൽകേണ്ടത്. 180 ചോദ്യങ്ങളിൽ നിന്നായി 720 മാർക്കുകളാണ് നിങ്ങൾ കരസ്ഥമാക്കേണ്ടത്. ഈ 180 ചോദ്യങ്ങളിൽ 45 ചോദ്യങ്ങൾ +1 +2 കെമിസ്ട്രി പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. ഈ 45 ചോദ്യങ്ങളിൽ 150-ലധികം മാർക്കുകൾ കരസ്ഥമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ആ ഹൈ വെയിറ്റേജ് ചാപ്റ്ററുകളിലേക്ക് നമുക്കൊന്ന് പോയാലോ. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി +1 ടോപ്പിക്കിൽ നിന്നും മോൾ കോൺസെപ്റ്റ്, ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് എന്നീ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളുള്ള സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഈ ചാപ്റ്ററിൽ നിന്നും നമ്മൾ ഏകദേശം 3 ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. 3 ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നും എഗൈൻ നമുക്ക് 3 ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാം. ആൻഡ് ദ തേർഡ് ഇക്വിലിബ്രിയം ആൻഡ് തെർമോഡൈനാമിക്സ്. ഈ 2 ചാപ്റ്ററുകളിൽ നിന്നായി, എസ്പെഷ്യലി ഇക്വിലിബ്രിയത്തിൽ നിന്ന് തന്നെ നമ്മൾ അയോണിക് ഇക്വിലിബ്രിയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇക്വിലിബ്രിയം ആൻഡ് തെർമോഡൈനാമിക്സിൽ നിന്ന് നമുക്ക് 3 മുതൽ 4 വരെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ഇസ് കെമിക്കൽ ബോണ്ടിങ്, another important chapter. ബോണ്ട് ആംഗിൾ, ദെൻ അതേപോലെയുള്ള ബോണ്ട് പാരാമീറ്റേഴ്സുകൾ, ദെൻ സ്ട്രക്ചർ, ഇങ്ങനെയുള്ള ടോപ്പിക്കിൽ നിന്നായി ബോണ്ട് പെയേഴ്സ് ആൻഡ് ലോൺ പെയേഴ്സ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളിൽ നിന്നായി നമുക്ക് 3 ചോദ്യങ്ങൾ വരെ കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഇലക്ട്രോ കെമിസ്ട്രി ഇസ് another important chapter. ഇലക്ട്രോ കെമിസ്ട്രി, നേൺസ്റ്റ് ഇക്വേഷൻ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ്, അതുപോലെ തന്നെ ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ആൻഡ് ദെൻ അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളിൽ നിന്നായി നമുക്ക് 3 ചോദ്യങ്ങൾ വരെ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ദെൻ പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്നിരുന്നാൽ പോലും 4 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പി ബ്ലോക്ക് എലമെൻസിൽ നിന്നും പ്രതീക്ഷിക്കാം. Then coordination chemistry, another important chapter. Isomerism, structure and the applications of coordination compounds. This is very important topic in this chapter. So 4 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് coordination compounds ൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. Then next is general organic chemistry. It's another important topic, general organic chemistry. അതിൽ നിന്നും നമുക്ക് മെക്കാനിസം ഉൾപ്പെടെ 4 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ദെൻ ഹൈഡ്രോ കാർബൺസ്, +1 ടോപ്പിക്കിൽ നിന്നുള്ളതാണ് ഹൈഡ്രോ കാർബൺസ്. 3 ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ദെൻ ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ്. ദെൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ +2 ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് റിയാക്ഷൻ മെക്കാനിസം. ഭംഗിയായി മനസ്സിലാക്കി പോവുക. അതിൽ നിന്ന് നമുക്കൊരു 4 ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ആൻഡ് 3 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, another important chapter, 3 questions. ആൻഡ് ദ ലാസ്റ്റ് വൺ ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് ചാപ്റ്ററിൻ്റെ പ്രത്യേകത ബയോളജിയുമായി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെയും ധാരാളം ക്വസ്റ്റ്യൻസുകൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ ദീസ് ആർ ദ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. 180-ൽ 150-ലധികം മാർക്കുകൾ കരസ്ഥമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ആ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സുകൾ ഇവയൊക്കെയാണ്. നീറ്റ് എക്സാമിനേഷന് ശേഷം ഉടൻ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ സ്കോർ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും. നിങ്ങളോടൊപ്പം എന്നും നിങ്ങളുടെ ഉന്നത വിജയത്തിനായി ആൽഫ ജീനിയസ് ടീം ഒപ്പമുണ്ട്. എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും വിജയാശംസകൾ. വിഷ് ഓൾ ദി ബെസ്റ്റ് ഫ്രം ടീം ആൽഫ ആൻഡ് ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആലപ്പുഴ.